വിഷയം, ഞാൻ ഒരു പ്രവാസിയുടെ ഭാര്യയാണ്. കല്യാണം കഴിഞ്ഞതു മുതൽ അദ്ദേഹം ഗൾഫിലാണ്. കല്യാണം കഴിഞ്ഞതു മുതലേ സ്വർണം കുറവാണെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് അയക്കുമായിരുന്നില്ല. ഇപ്പോൾ മക്കളൊക്കെ ആയി, സ്വന്തമായി വീടെടുത്തു. എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പയും ഉമ്മയും ഞങ്ങളുടെ കൂടെയാണ്. എന്നാൽ കഴിയും വിധമൊക്കെ ഞാൻ അവരെ നോക്കാറുണ്ട്. പക്ഷേ എൻ്റെ മക്കളുടെ മുമ്പിൽ വച്ച് വരെ എന്നെ കുറ്റപ്പെടുത്തി അവർ സംസാരിക്കും. എൻ്റെ വീട്ടുകാരെ കുറ്റം പറയും. എൻ്റെ ഭർത്താവാകട്ടെ ഇപ്പോൾ എന്നോട് സംസാരിക്കാൻ പോലും സമയമില്ല. ഫോൺ വിളിച്ചാൽ മക്കളുടെ കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കുക. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരുമോ? നമ്മളിവിടെ ഒരു പൊതുവായ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ ഈ ചോദ്യത്തിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട് എനിക്ക്. അതായത് പ്രവാസികളായിട്ടുള്ള ആളുകൾ തമ്മിൽ എന്തില്ല, ഫോൺ വിളികളും കമ്മ്യൂണിക്കേഷനും നടക്കുന്നില്ല എന്നുള്ളത് ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണ്. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഭാര്യ ഭർത്താവും നമ്മൾ സംസാരിച്ചാൽ ആ സംസാരങ്ങളെ കൊണ്ട് ടെൻഷൻ ഉണ്ടാവുക, ബുദ്ധിമുട്ട് വരിക, പ്രശ്നം വരിക, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഭർത്താവിനെ കുറിച്ച് ചെറിയൊരു ഡൗട്ട് ഭാര്യയ്ക്ക് ഉണ്ട് വിചാരിച്ചു. അപ്പോൾ അവൾ ഫോൺ ചെയ്യുമ്പോഴൊക്കെ എന്ത് പറയും? നിങ്ങളെ ഫോൺ ഇന്നലെ എൻഗേജ്ഡ് ആയിരുന്നല്ലോ, ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ബിസി ആയിരുന്നല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഇത് കേൾക്കണ്ടല്ലോ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? എനിക്ക് ബിസിയാണ്, തിരക്കാണെന്ന് പറയും. അതല്ലെങ്കിൽ എന്തായിരിക്കും? ഇവിടുത്തെ വീട്ടിലനുഭവിക്കുന്ന ഉമ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും പറയാം. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? അവൾക്ക് അവിടെ ഒരു സമാധാനമില്ല എന്നൊരു ടെൻഷനേക്കാരം. അപ്പോൾ നമ്മൾ ഫോൺ ചെയ്യേണ്ട, എന്നത് കേൾക്കണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഈ രണ്ട് പേരും എന്താണ് സംസാരിക്കുന്നത് കൊണ്ട് അവർക്ക് ടെൻഷൻ വരികയോ അല്ലെങ്കിൽ ഭാരം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരസ്പരം ചീത്ത പറയുകയോ ഇങ്ങനെ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടുകളാണ് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ സംസാരിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കുക. അതുകൊണ്ട് എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് ചെയ്യണം? ഈ സംസാരം നിന്ന് പോയാൽ എന്താ വെച്ചാൽ നമ്മുടെ ബന്ധം നിന്നു, പരിഗണനകൾ നിന്നു, പിന്നെ നമ്മൾ മറന്നു പോകും. സംസാരങ്ങളിലൂടെ മാത്രമാണ് എന്ത് ചെയ്യണത്? ആത്മബന്ധം നിലനിൽക്കുന്നത്. നമുക്ക് സ്നേഹമുണ്ടെന്ന് പ്രകടിപ്പിക്കാൻ നമുക്ക് വർത്തമാനങ്ങളിലൂടെ മാത്രമേ പറ്റുള്ളൂ, വേറൊന്നിലൂടെയും പറ്റൂല. അപ്പോൾ എന്താ നല്ലത് അറിയോ? എല്ലാവരും ഫോൺ വിളികൾ വരുന്നില്ലെങ്കിൽ, സംസാരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ എന്ത് വെച്ചാൽ നമ്മുടെ സംസാര വിഷയങ്ങളെ എന്ത് ചെയ്യുക? നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ്, സംസാരിക്കുന്നതിലൂടെ ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്ന വർത്തമാനങ്ങൾ മാത്രം പറയാം. നമ്മളെ ബാധിക്കാത്ത വർത്തമാനങ്ങൾ മാത്രം പറയാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, ഇപ്പോൾ യുവജനോത്സവമായിരുന്നു, അറബി പദ്യത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? മോൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് കുറേ പറയാനുണ്ടല്ലോ. മനസ്സിലായി? ഇപ്പോൾ പിന്നെ ഞാൻ വരുമ്പോഴൊക്കെ ഞാനും പാടിപ്പിച്ചിരുന്നു. പിന്നെ മാഷോടൊന്ന് ശരിക്കും പാടിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനൊന്ന് റെക്കോർഡ് ചെയ്ത് കേട്ടു. പിന്നെ ഞങ്ങൾ ആ പരിപാടിൻ്റെ ഒരു റെക്കോർഡ് ചെയ്ത് നമുക്ക് തന്നിരുന്നു. അത് ഞങ്ങൾക്ക് അയക്കുന്നുണ്ട്. എത്ര സമയം പറയാണ്ട്? അതിലൊരു വിഷയം വരാൻ പോകണില്ലല്ലോ. ഞാൻ പറഞ്ഞ വിഷയം വരാത്ത കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളിഷ്ടപ്പെട്ട ആളോട് സംസാരിക്കാൻ നമുക്ക് അവസരങ്ങൾ കിട്ടും. എനിക്ക് തോന്നുക മിക്കവാറും ഒറ്റപ്പെട്ടു പോകുന്ന പ്രവാസികളായിട്ടുള്ള കുടുംബിനികൾ അവർ അമ്മായിമ്മയുമായി ബന്ധപ്പെട്ട വീട്ടിലെ പ്രശ്നങ്ങളാണ് അധികം പറയുന്നത്. അത് ഭർത്താവിനോട് പറയുമ്പോൾ അയാൾ അമ്മനെ കുറിച്ചല്ലേ പറയണത്, കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. മനസ്സിലായി? അത് ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടാകുന്ന, വൈകുന്നേരം അവളെ വിളിക്കണം കാത്തിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക. പിന്നെന്ത് ചെയ്യുക? വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യണം? കുടുംബനാഥനക്ക് അയാൾ ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയാം, ഉമ്മാൻ ആശുപത്രി കൊണ്ടുപോയോ, എന്തായി? കൊണ്ടുപോയി. അയാൾക്ക് ടെൻഷൻ ഉണ്ടാക്കാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക? അത്യാവശ്യം വിവരങ്ങൾ എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്ത് പറയാം. അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് പോയാൽ സംസാരങ്ങൾ നടക്കും. ഇപ്പോൾ ഇന്ന് ഞാനൊരു പ്രവാസിയായ ഒരാളുടെ വൈഫിനോട് വിളിച്ചപ്പോൾ ഞാൻ വെച്ചത് അവർ ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് പറഞ്ഞത് എനിക്ക് സംസാരിക്കാൻ അയാളെ കിട്ടണില്ല. അപ്പോൾ അത് കിട്ടാത്തതിൻ്റെ കാരണം അവർ സംസാരിക്കുന്ന വിഷയങ്ങൾ അവർക്ക് രണ്ടുപേർക്കും താല്പര്യമില്ലാത്തതും അവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നതും അവരുടെ ബന്ധങ്ങൾ അകറ്റുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ്. ഈ കമ്മ്യൂണിക്കേഷൻ ഒന്ന് ശരിയാക്കാൻ എല്ലാ പ്രവാസികളും ശ്രദ്ധിച്ചാൽ കുറേ പ്രശ്നങ്ങൾ അതുകൊണ്ട് പരിഹരിക്കുന്നത്.